ആ തണൽ പോലും റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, അവലം യറൗ ഇലാ മാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശമാഇലി സുജ്ജദൻ ലില്ലാഹി വഹും ദാഖിറൂൻ. അല്ലാഹു സൃഷ്ടിച്ച ഏതൊരു വസ്തുവിലേക്കും നിങ്ങൾ നോക്കുന്നില്ലേ, അതിൻ്റെ തണലുകൾ ഇടത്തോട്ടും വലത്തോട്ടും ചരിഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിന് കീഴ്പ്പെട്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ വെയിലില്ലാത്ത ഒരു അവസ്ഥ മാത്രമല്ല തണൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. തണലെന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് പടച്ച റബ്ബിൻ്റെ സംവിധാനം അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ തണൽ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്തുകൊണ്ടാണ്, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടാണ്. ഈ തണലിൻ്റെ മാറ്റങ്ങൾ, നിഴലിൻ്റെ മാറ്റങ്ങൾ പടച്ച റബ്ബിനെ അനുസരിച്ചുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. റഹ്മാനായ റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ആ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു.